गिरिवरधार गोपीजनवल्लभ भार गिरिवरधार यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरा वनचारि यमुनतीरा वनचारि जय राधा माधव कुंज बिहार हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। जय श्री श्री राधा नीलमाधव की, श्रील प्रभुपाद की, His Holiness Mahavishnu Goswami की, अनंत कोटि वैष्णव वृंद की जय। हरे कृष्ण। എല്ലാവർക്കും ഹാപ്പി ഏകാദശി. അതുപോലെ ഇന്ന് ടെമ്പിളിലല്ല, റൂമിലാണ്. നല്ല മഴ പുറത്ത് നടക്കുന്നുണ്ട്. ടെമ്പിളിൽ വരാനായിട്ട് പറ്റില്ല, ദയവേഷി. നമ്മൾ ടെമ്പിളിൽ ചെന്നിരുന്ന ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭാഗവതം ചർച്ച ചെയ്യുന്നത് ഒരു റൂം അറ്റ്മോസ്ഫിയറിൽ ഭാഗവതം ചർച്ച ചെയ്യുന്നത് രണ്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം ടെമ്പിൾ ആകുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിലാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ശ്രീല പ്രഭുപാദ് പറയുന്നത് ഇസ്കോൺ വിൻഡോസ്. ഇസ്കോൺ വിൻഡോസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മളൊരു ടെമ്പിളിൽ പ്രവേശിക്കുമ്പോൾ ടെമ്പിളിൽ എല്ലായിടത്തും ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാസ് അടങ്ങിയ ഫോട്ടോസ്, എന്താണ്, ബിംബങ്ങള്, പ്രതിമ, അങ്ങനെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാൽ കൃഷ്ണ കോൺഷ്യസ് തന്നെ. നമ്മൾ വീട്ടിലോ റൂമിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ചിലപ്പോ ഭഗവാനെ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യും. അതുകൊണ്ട് ടെമ്പിളിൽ വെച്ചിട്ട് അത് ആ ഒരു ഫീല് നമുക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ടെമ്പിള് എപ്പോഴും ടെമ്പിള് തന്നെയാണ്. വീട്ടില് എടുക്കുമ്പോൾ ആ ഒരു സുഖം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ജഗന്നാഥനെ ഇന്നത്തെ ദിവസം മിസ് ചെയ്യാണ് നമുക്ക്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. ഒപ്പം ഇന്ന് ശ്രീമദ് ഭാഗവതം ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം 1:35 ഫസ്റ്റ് കാൻഡോ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 35. ഫസ്റ്റ് ശ്ലോകം വായിക്കാം. ഏവം ജന്മാനി കർമാണി യകുർത്തൂർഅജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി കൃത്പദേത്. ഏവം ജന്മാനി കർമാണി അകുർത്തൂർഅജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി കൃത്പദേത്. ഹരേ കൃഷ്ണ. ആരെങ്കിലും മലയാളം എന്തെങ്കിലും ഒന്ന് എടുത്താൽ കൊള്ളായിരുന്നു. എന്തെങ്കിലും ഇംഗ്ലീഷേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ പത്തോട്ടൊന്ന് മലയാളത്തിൽ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചാൽ മതിയോ? ഓക്കെ പ്രഭു, വായിക്കണം. ഹരേ കൃഷ്ണ. വിവർത്തനം.
വേദങ്ങളിൽ പോലും അനാച്ഛാദനം ചെയ്യപ്പെടാത്ത അജന്യനും അകർമ്മണ്യനുമായ ഹൃദയേശ്വരന്റെ ജനനവും കർമ്മങ്ങളും പണ്ഡിതന്മാർ ഇപ്രകാരം വിശദമാക്കുന്നു. ഭാവാർത്ഥം: ഭഗവാനും ജീവാത്മാക്കളും അത്യന്താപേക്ഷിതമായി ആധ്യാത്മികതയിൽ സമ്പൂർണരാണ്. ആകയാൽ ഇരുവരും ശാശ്വതരാണെന്ന് മാത്രമല്ല, അവർ ജനന മരണരഹിതരുമാണ്. അന്തരമെന്തെന്നാൽ ഭഗവാന്റെ ആവിർഭാവമെന്നും തിരോധാനമെന്നും അറിയപ്പെടുന്നവ ജീവാത്മാക്കളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജനനവും അനന്തരം മരണവും പുനരാവർത്തിക്കപ്പെടുന്ന ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയരാണ്. എന്നാൽ ജനനമെന്നും മരണമെന്നും അറിയപ്പെടുന്ന ഭഗവാന്റെ ആവിർഭാവവും തിരോധാനവും ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന ഫലമല്ല, നേരെ മറിച്ച് ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ പ്രദർശനം മാത്രമാണ്. ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാമുനിമാരാൽ വർണ്ണിക്കപ്പെട്ടവയാണവ. ഭൗതിക ലോകത്തിൽ തന്റെ ജനനവും കർമ്മങ്ങളുമെല്ലാം അതീന്ദ്രിയങ്ങളാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിക്കുന്നു. മാത്രവുമല്ല, ഔവർണ്ണ കർമ്മങ്ങളുടെ സ്മരണത്താൽ മാത്രം ഒരാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമാകുന്നു. അപ്രകാരം അവൻ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. അജൻ ജന്മമെടുക്കുന്നവനായി പ്രത്യക്ഷമാകുന്നുവെന്ന് ശ്രുതിയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പരമോന്നതന് യാതൊന്നും തന്നെ നിർവഹിക്കേണ്ടതായിട്ടില്ല. എന്തെന്നാൽ അദ്ദേഹം അനന്തശക്തിമാനാണ്. സർവ്വതും അദ്ദേഹത്താൽ സ്വാഭാവികമായി യാന്ത്രികമെന്ന പോലെ നിർവഹിക്കപ്പെടുന്നു. പരമാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ആവിർഭാവവും തിരോധാനവും ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ വിഭിന്ന കർമ്മങ്ങളെ ഒക്കെ തന്നെയും വേദസാഹിത്യങ്ങൾക്ക് ദുർജേയമാണ്. എന്നിരിക്കെ ബദ്ധാത്മാക്കളോടുള്ള പ്രത്യേക മമത പ്രകടിപ്പിക്കാനായി ഭഗവാൻ അവയൊക്കെ പ്രദർശിപ്പിക്കുന്നു. അങ്ങേയറ്റം സൗകര്യപ്രദവും ആസ്വാദ്യകരവുമായ ധ്യാനരൂപേണയുള്ള ബ്രഹ്മോപാസനയായ ഭഗവത് കർമ്മ കഥാനുകൂല്യത്തെ നാം സദാ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വാപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതാപാദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി നമാമി ഹരിപ്രിയ. നമോ മഹാവധന്യായ കൃഷ്ണപ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം ബന്ധുലം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരം.
ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ ഓം വിഷ്ണുപാദായ കൃഷ്ണകൃഷ്ണായ ശ്രീമതേ മഹാവിഷ്ണു നമാമി മൂർധന ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീമദ് ഭാഗവതം 1:3:35 ഈ ചാപ്റ്റർ വന്നിട്ട് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചും ഭഗവാൻ എന്തിനാണ് അവതരിപ്പിക്കുന്നത്, ഭഗവാന്റെ അവതാരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് ശ്രീമദ് ഭാഗവതം തേർഡ് ചാപ്റ്റർ, ഫസ്റ്റ് ആൻഡ് തേർഡ് ചാപ്റ്റർ. നമ്മള് ഇതില് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ട്രാൻസ്ലേഷനിൽ ഒരു വേർഡ് ഉണ്ട്, ബർത്ത് ആൻഡ് ആക്ടിവിറ്റീസ്, ജന്മ ആൻഡ് കർമ്മ. ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ജന്മ കർമ്മ ചമയിപ്പിക്കുക, അതായത് എന്റെ ജന്മവും എന്റെ കർമ്മവും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ ദിവ്യമാണ്. അത് ഹൈലി ട്രാൻസെൻഡന്റൽ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാൻ അത്രയ്ക്കും ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, ഗ്രഹിക്കാൻ പറ്റും. സാധാരണ ഒരാൾക്ക് ഇതിനെ ഗ്രഹിക്കാനായിട്ട്, കാരണം ഭഗവാൻ വേറൊരിടത്ത് പറഞ്ഞു മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്ന് മൂഢന്മാർ നിന്ദിക്കുന്നു. എന്റെ പരിപൂർണമായ ശക്തിയെ കുറിച്ച് അവർക്ക് അറിയാൻ കഴിയില്ല എന്ന് ഭഗവത്ഗീതയിൽ വേറെ സ്ഥലത്ത് ഭഗവാൻ പറഞ്ഞു. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ബർത്ത് എന്ന് പറയുന്നത് കാർമിക് റിയാക്ഷൻസ് മൂലമാണ് നമ്മൾ ജന്മം എടുക്കുന്നത്. ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു കാർമിക് റിയാക്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളും എന്തായിരിക്കും കാർമിക് റിയാക്ഷൻസിൽ വെച്ച് വരുത്തുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പ്രസാദം മാത്രമേ കഴിക്കാൻ, ആ പ്രസാദം മാത്രമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, ഭഗവാന് നിവേദിച്ചുള്ള പ്രസാദം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ എന്താണ്? നമ്മുടെ ബോഡി പ്യൂരിഫൈ ആവും, നമ്മുടെ ഹൃദയം പ്യൂരിഫൈ ആവും, നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ആവും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ അതേസമയം നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നോൺ വെജ് ആണ് കഴിക്കണമെങ്കിൽ നമുക്ക് കാർമിക് റിയാക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജന്മവും കർമ്മങ്ങളും എന്തല്ല, ട്രാൻസെൻഡന്റ് അല്ല. പക്ഷേ ഭഗവത് കൃപ കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ആചാര്യന്മാരുടെ കാരുണ്യം നമുക്ക് അങ്ങനെ ആക്കി തീർക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ജീവന സ്വരൂപയ കൃഷ്ണേന നിത്യദാസ്യത. ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ദാസനായിരിക്കുക. അപ്പോ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മുടെ ബർത്ത് നമുക്ക് ട്രാൻസെൻഡന്റലാക്കി മാറ്റാൻ പറ്റും. ട്രാൻസെൻഡന്റൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉള്ളത് പോലെ ട്രാൻസെൻഡന്റൽ എന്ന് നോക്കാൻ പറ്റും. നാരദ മഹർഷിക്കുള്ളത് പോലെ ഹൃദയശുദ്ധി നമുക്ക് വരില്ല. ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരോ മ്യൂട്ടല്ല. ഹരേ കൃഷ്ണ. ഓക്കെ. നാരദ മഹർഷിക്ക് ഉള്ളതുപോലെ ഹൃദയശുദ്ധി, നാരദ മഹർഷിക്ക് കഴിഞ്ഞ ജന്മം അദ്ദേഹത്തിൽ അവരുടെ ഭക്തിവേദാന്തീസിൽ നിന്ന് കിട്ടിയ അതേ നൈസർഗിക ഗുണം, സർവ്വപാപങ്ങളും നശിച്ചു പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയും നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ശകലം സൗണ്ട് കൂട്ടാവോ? ഇപ്പൊ കേൾക്കാമോ പ്രഭു? ശരി, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല പ്രഭു, സൗണ്ട് കുറവാണ് പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ഷമിച്ചാലും പ്രഭുജി, സൗണ്ട് തീരെ കുറവാണ്. ദയവായി കൂട്ടിയാലും പ്രഭുജി. ഹരേ കൃഷ്ണ. സൗണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴോ? അല്ല, പ്രഭു സൗണ്ട് കൂട്ടിയാൽ മതി. പ്രഭു അല്പം സൗണ്ട് കൂട്ടി സംസാരിച്ചാൽ മതി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ആണോ പ്രഭുവിന്റെ സൗണ്ട് അല്പം കൂട്ടി സംസാരിച്ചാൽ മതി. മറ്റേ പ്രഭു വച്ചിരിക്കുന്നത് ഫുൾ സൗണ്ടിലാണ്, അത് ഓക്കെയാണ്. പക്ഷെ പ്രഭുവിന്റെ സൗണ്ട് ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണ്. അതെ അതെ. അപ്പൊ നമുക്ക്
നമുക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസെൻഡന്റൽ അവസ്ഥയിലാവാൻ പറ്റും. എന്ന് പറഞ്ഞാല് ജീവേന സ്വരൂപായ കൃഷ്ണേന നിത്യദാസ്, ഭഗവാന്റെ നിത്യനായിട്ടുള്ള ദാസനാണെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ട്രാൻസെൻഡന്റൽ അവസ്ഥയിൽ ഈ ജന്മത്തിൽ തന്നെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന സർവീസ് വന്നിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാൻ പറ്റും, സേവനം എന്ന് പറയാം. ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. പക്ഷെ ഭഗവാൻ തൃപ്തിപ്പെട്ടോ, അല്ലെങ്കിൽ ഗുരു മഹാരാജ് തൃപ്തിപ്പെട്ടോ, വൈഷ്ണവാസ് എല്ലാവരും തൃപ്തിപ്പെട്ടോ എന്ന് നമ്മൾ റീസ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളും ഭഗവാനും തമ്മിലുള്ള റിലേഷൻ, അതിൽ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സർവീസ് ഭഗവാന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് സേവനമെന്നും അത് നമുക്ക് ട്രാൻസെൻഡന്റൽ എന്നും അതീന്ദ്രിയ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിലൊരു 3-4 പോയിന്റിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ഇതിൽ പറയുന്നുണ്ട്, ഭഗവാനെ കുറിച്ച് അതായത് പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഭഗവാനില് വിശ്വാസം വേണം. നമ്മൾ ഭക്തന്മാരായിരുന്നാലും ചില സമയത്ത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാറുണ്ട്. ചില സമയത്ത്, എന്നാൽ ചില സമയത്ത് ഭയങ്കര വിശ്വാസം. ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് ഒരു ഡിവോട്ടി പറയും, പ്രഭുപാദ് ഞാൻ വന്നിട്ട് കുറച്ച് സമയം മായയിലായി പോകുന്നു, കൂടുതൽ സമയം ഭക്തിയിലാണ്, കുറച്ച് സമയം മായയിലാവുന്നു. ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് ആൻസർ പറയും, നീ കുറച്ച് സമയമാണ് ഡിവോഷണൽ സർവീസിൽ, കൂടുതൽ സമയവും മായയിലാണ് എന്ന് ശ്രീല പ്രഭുപാദ്. അതായത് ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇൻ കേസ് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്ക്, അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു, അതായത് ഹെൽപ്ലെസ്ലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ ഭഗവാനെ ചിലപ്പോഴങ്ങ് തഴഞ്ഞു കളയും. കാരണം നമുക്കറിയാം, അതായത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാനും പറയും. കാരണം നമ്മൾ മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. ഡിവോട്ടീസ് എന്നുള്ള ഒരു വേഷം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരാൻ നേരത്ത് നമ്മളെ കൃഷ്ണന് ചിലപ്പോൾ തള്ളി പറഞ്ഞെന്നുള്ള ഒരു അവസ്ഥ വരും. കാരണം ഞാനും ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു മരണത്തിന്റെ പോയ സമയത്ത് അവിടെ ഇരുന്ന് നമ്മൾ ഭഗവത്ഗീത ഇതെല്ലാം ചാൻഡ് ചെയ്ത സമയത്ത്, ഭഗവത്ഗീത ചാൻഡിങ് പിന്നെ സങ്കീർത്തനം ഇതെല്ലാം ചെയ്ത സമയത്ത്, ഇതെല്ലാം കഴിഞ്ഞപ്പോ ആ വീട്ടിലുള്ള ഒരു ഡിവോട്ടി അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞതാണ്, എനിക്കിപ്പോ ഭഗവാന്റെ അടുത്ത് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ആ വിശ്വാസം എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ട് ഈ പൊള്ളലേറ്റ് മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു ബാക്കി ഇത് വന്നിട്ട് താഴെ വീഴുകയും അവരറിയാതെ അവരുടെ സാരിയിൽ ഫുള്ളും തീ കത്തുകയും, അവർക്കാണെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ നടന്ന് ഈ വെള്ളം എടുത്ത് ഒഴിക്കാനോ അങ്ങനെ ഒന്നും പറ്റാതെ വരികയും 2-3 ദിവസം ശരീരം ഫുള്ള് തീ പിടിച്ച് ഒരു കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാണ് അവർ മരിച്ചത്. അപ്പൊ അതുവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് നോക്കിയാല്, ഭഗവാൻ എനിക്ക് വിശ്വാസമില്ല, കാരണം ഇങ്ങനെ എന്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഇല്ലെങ്കിൽ കൃഷ്ണൻ എന്തിന്, ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഡിവോഷണൽ സർവീസ് ചെയ്തിട്ടും എനിക്ക് എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു വിധി തന്നത്, എന്നൊക്കെ നമ്മൾ പലരെന്ന് ഇന്നലെ നമ്മൾ കേട്ടതാണ്. എന്നിട്ട് ആ ഡിവോട്ടി തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ വിശ്വാസം നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ചോദിച്ചു. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യണത് ഒന്ന് ഭഗവാനെ വിശ്വസിച്ച് വേണം ചെയ്യാൻ. ഇതില് കുന്തി മഹാറാണി പറയും, അജനായ അന്ന് ജാതനായത് വളരെ വിഭ്രമജനകമാണ്, വളരെ ആൾക്കാർക്ക് അമ്പരപ്പുളവാകും. കാരണം അദ്ദേഹം അജനാണ്, അദ്ദേഹം ജനിച്ചിട്ടേ ഇല്ല, പക്ഷെ അദ്ദേഹം ഒരു സാധാരണ ഒരു അമ്മയുടെ അച്ഛന്റെയും വയറ്റിൽ അദ്ദേഹം ജനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഇത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസും ജന്മ കർമ്മ ഇതെല്ലാം വന്നിട്ട് വളരെ ട്രാൻസെൻഡന്റ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മം അനുസരിച്ച്
നമ്മൾ ചെയ്തു വെച്ച നല്ലതായാലും ചീത്തയായിട്ടുള്ള പുണ്യ പാപങ്ങൾ അനുസരിച്ച് നമുക്ക് ഓരോ റിയാക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിൽ വന്നിട്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കൃഷ്ണനില് എന്താണ് അടിയുറച്ച അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് നമുക്കുണ്ടാവും. അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ഉണ്ടായാൽ മാത്രമേ ഭഗവാന്റെ നാമ രൂപ ഗുണ ലീല ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ, റിയലൈസ് ചെയ്യും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയൊക്കെ മതി, ശ്രമ ഏവഹി കേവലം, അല്ലെങ്കിൽ ഏനക്കേന പ്രകാരേണ ഏതെങ്കിലും ഒരു ടൈപ്പിൽ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാല് ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവില്ല. ഭഗവാൻ നമ്മളെ അടുത്ത് കാണിക്കുന്ന കാരുണ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഭഗവാൻ നമ്മളെ അടുത്ത് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രത്യക്ഷപ്പെട്ട് ലീലകൾ കാണിക്കും, എങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ. അത് പല ഡിവോട്ടീസിന്റെ ഇതിലും അവസ്ഥയിലും ഇത് തന്നെയാണ് സംഭവിക്കുക. പക്ഷെ നമ്മള് ഭഗവാന്റെ ഭക്തന്മാരാണെങ്കിൽ, കൃഷ്ണ ഡിവോട്ടി ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൃഷ്ണനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് നമ്മുടെ ലൈഫിൽ പാലിക്കാൻ തന്നെ വേണം. ഇപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇത്, എല്ലാ ധർമ്മങ്ങളും സർവധർമ്മം പരിത്യജ്യ മാമേകം ശരണം. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂ. അതൊക്കെ ഓക്കെ, ഈ ഒരു ശ്ലോകം അവിടെ ഇരിക്കട്ടെ. ബാക്കിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 50%, 60% ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ, ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് വരാൻ പോകും. അതുകൊണ്ട് ഭഗവാൻ വേറൊരു സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപത്യത്തെ വാസുദേവ സർവനിധി സ മഹാത്മാ സുദുർലഭ. ഇതാണ് ബഹുനാം ജന്മനാമന്തേ, അനേക ജനന മരണങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ജ്ഞാനവാനാകും. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. സർവ്വതിലും ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജ്. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാല് ഭഗവാൻ കൃഷ്ണനിൽ നമുക്ക് വിശ്വാസം വേണം. എന്ത് സംഭവിച്ചാലും കൃഷ്ണ കൃപ എന്ന് പറയാൻ പഠിക്കണം. നമ്മുടെ മഹാരാജ് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിസ് ഗ്രേസ് കഥാമൃത കൃഷ്ണദാസ് പ്രഭു, അദ്ദേഹം എന്ത് പറഞ്ഞാലും കൃഷ്ണ കൃപയാൽ എന്ന് പറയാറുണ്ട്. അതൊരു സ്റ്റേജാണ് നമ്മുടെ, അതായത് നമ്മുടെ ഇൻബോൺ ആയിട്ട് അതിനെ വളർത്തി, ആ ഒരു വാസനയെ വളർത്തി കൊണ്ടുവന്ന ഒരു സ്റ്റേജാണ് കൃഷ്ണ കൃപയാൽ എന്നുള്ളത്. ഈ ഒരു വേർഡ് മഹാരാജ് നമ്മുടെ അടുത്ത് വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ എന്താണ് സ്റ്റിക്കായിട്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൃഷ്ണ കൃപയാൽ, കൃഷ്ണ കൃപയാൽ എനിക്ക് 10 കോടി രൂപ ലോട്ടറി അടിച്ചു, അത് കൃഷ്ണ കൃപയാണെന്ന് വളരെ ഇതായിട്ട്. 10 കോടി രൂപ നഷ്ടപ്പെട്ടു, അത് കൃഷ്ണ കൃപ എന്ന് നമ്മൾ പറയും. പക്ഷെ അപ്പോഴും നമുക്ക് പറയാനായിട്ട് ആ ഒരു മനസ്സ് നമുക്ക് വേണം. അതാ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് എന്താണ് വിശ്വാസം വേണം. രണ്ടാമത് ഭഗവാൻ പറയുന്ന കേൾക്കും. മൂന്നാമത്തെ പോയിന്റ് വന്നാണ് നമ്മൾക്ക് ആചാര്യന്മാരിൽ വിശ്വാസം. ശ്രീല പ്രഭുപാദ്, ഷഡ്ഗോസ്വാമിമാര്, ഇതിന് തൊട്ട് മുമ്പുള്ള ആചാര്യന്മാർ, എല്ലാവരും നമുക്ക് വിശ്വാസമാണ്. കാരണം ഇവരിലൂടെയാണ് നമ്മൾക്ക് കൃഷ്ണനെ അറിയാൻ പറ്റുന്നത്. ഇവരിലൂടെയാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ ജന്മ കർമ്മ ചമേ ദിവ്യം ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അല്ല നമുക്ക് ഡയറക്റ്റ് പോയി അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഗുരു വേണ്ട, ആചാര്യന്മാര് വേണ്ട, ആരും വേണ്ടെന്ന് കരുതി നമ്മൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചാല് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഒരു 2 മിനിറ്റ് വായിക്കും, നമ്മൾ അതങ്ങ് അടച്ചു വെക്കും. പക്ഷെ ആചാര്യന്മാരുടെയും കൃപ കൊണ്ടാണ് നമ്മളത് വായിക്കണമെങ്കിൽ നമുക്കിതെല്ലാം വളരെ വ്യക്തമായി. ശ്രീല പ്രഭുപാദ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പത്തോട്ട് വന്നിട്ട് വളരെ ട്രാൻസെൻഡന്റലാണ്. അത് മനസ്സിലാവണമെങ്കിൽ തന്നെ 16 മാല ജപിക്കുന്നതോടൊപ്പം ഒരു 4 മാല എക്സ്ട്രാ ജപിച്ചാൽ മാത്രമേ ആ ട്രാൻസെൻഡന്റൽ പത്തോട്ട് മനസ്സിലാവൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം കർമ്മം ഇതെല്ലാം എങ്ങനെ നമുക്ക് മനസ്സിലാവും? മനസ്സിലാവണമെങ്കിൽ ആചാര്യന്മാർ കൃപ ഉണ്ടായാലും നമുക്ക് ആദ്യം വിശ്വാസം വേണം. ഇപ്പോ ശ്രീമദ് ഭാഗവതം 3:23 ഒരു ശ്ലോകത്തിൽ പറയും, ഭഗവാനെ പാല് കൊടുക്കാനായിട്ട് പൂതന വന്നായിരുന്നു. പാല് കൊടുക്കാനായിട്ട് ഒരു വളരെ ഒരു പ്രിട്ടൻഡ് ഒരു
അസുര ലേഡിയിൽ നിന്ന് മാറിയിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഗോപികയായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭഗവാന് പാല് കൊടുക്കാനായിട്ട്. ഭഗവാൻ എന്ത് ചെയ്തു? അവരെ എന്താണ് അവർക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം ഇദ്ദേഹം എന്നെ ഇത് ചെയ്യാനാണ് വന്നത്, കൊല്ലാനാണ് വന്നതെന്ന് അറിയാം. ബട്ട് ഭഗവാൻ ചെയ്തതെന്ന് പറഞ്ഞാല് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവരുടെ മദർഹുഡ്, അവരെ സ്വന്തം അമ്മയായിട്ട് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഭാഗവതം 3:23 ലാസ്റ്റ് ലൈനിൽ പറയും, കംവാദയാലും ശരണം വ്രജേൻ. കംവാദയാലും ശരണം വ്രജൻ. അങ്ങനെയുള്ള ഒരാളിന് വരെ, ഒരു ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളിന് വരെ മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ട് അവതരിച്ചത്. ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഭഗവാനെ ഇടിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ അടിക്കണം, അല്ലെങ്കിൽ ഞാൻ ഭഗവാനുമായിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലും ഇല്ല എന്നൊക്കെ പറയുന്ന അവർക്ക് പോലും ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഒരുപാട് ഇതായിട്ട് കൊടുക്കുന്നു. ഇതിൽ പറയുന്നത്, Lord Krishna accepted the motherhood of Pudana because she pretended to be an affectionate mother. Allowing Krishna to suck her breast, the Lord accepts the least qualification of the living entity. വളരെ ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമ്മളെ നോക്കിയാൽ നമ്മൾ ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. നമുക്ക് ഒന്നുമേ അറിഞ്ഞൂടാ. അത് ഫസ്റ്റ് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യും. ഒന്നുമേ അറിയില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വന്നിട്ട് എന്തല്ല, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളുമല്ല, വളരെ ലീസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ലീസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ ലിവിങ് എൻറ്റിറ്റി ആൻഡ് അവാർഡ് ഹിം ദ ഹയസ്റ്റ് റിവാർഡ്. പൂതനയ്ക്ക് മോക്ഷം അദ്ദേഹം കൊടുത്ത, അദ്ദേഹത്തിന് കൊല്ലാൻ വന്നിട്ട്, ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഹിസ് ക്യാരക്ടർ. ഇതാണ് ഭഗവാന്റെ ക്യാരക്ടർ. ദ ജന്മകർമ്മചമേദിക്കും എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിലും ഏവം ജന്മാനി കർമാണി, ഭഗവാൻ അവതരിച്ചതും ഭഗവാന്റെ കർമ്മങ്ങളും വന്നിട്ട് എന്താണ്? ഇത് വളരെ ട്രാൻസെൻഡന്റൽ ആണ്. Therefore, who but can be the ultimate shelter? അല്ലാതെ നമുക്ക് എന്താണ്, ആരാണ് നമുക്ക് ഇത്രയും ലീസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്? പൂതനേക്കാളും താഴെ. പൂതന വന്നിട്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹംസന്റെ ഇൻസ്ട്രക്ഷൻ എടുത്തു, ആ ഒരു ഇൻസ്ട്രക്ഷൻ കറക്റ്റാ പാലിക്കാനായിട്ട് നേരെ നന്ദഗോകുലത്തിൽ, പൂതന നന്ദഗോകുലം, പൂതന വന്നിട്ട് ഗോകുലത്തിൽ വന്നു. ഗോകുലത്തിൽ വന്നതിന് ശേഷം കൃഷ്ണനെ മീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനെ കൊല്ലാനുള്ള ഇത് ചെയ്തു. പക്ഷെ ഭഗവാൻ വന്നിട്ട് പൂതനയെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മദർഹുഡ് ആദ്യം അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ മദർലി അഫെക്ഷൻ ഒരു പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിച്ചാണ് വന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഫെക്ഷനേറ്റ് മദർ, ഈ അക്സെപ്റ്റ് എന്താണ് പൂതന, ബിക്കോസ് ഷീ പ്രിറ്റൻഡഡ് ടു ബി ആൻ അഫെക്ഷനേറ്റ് മദർ. അവരെ അഭിനയിച്ച് വന്നിട്ട് പോലും ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. പൂതനയെ വധിച്ചു. അതോടൊപ്പം അവർക്ക് മോക്ഷവും കൊടുത്തു. ഇതുപോലെ നമ്മുടെ ഉള്ളിലും പൂതനയുണ്ട്. നമ്മുടെ ഉള്ളിലും ഒരുപാട് രാക്ഷസന്മാരൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഭഗവാൻ ഒരു ദിവസം, അതായത് ഭക്തിചാരു മഹാരാജ് വന്നിട്ടൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് വൺ ഡേ വി വിൽ മീറ്റ് കൃഷ്ണ. ഒരു ദിവസം കൃഷ്ണനെ മീറ്റ് ചെയ്തേ പറ്റും. അത് വന്നിട്ട് ബഹുനാം ജന്മനാമന്തേ കഴിഞ്ഞിട്ടായാലും ശരി, ഈ ജന്മമായാലും ശരി. ഈ ജന്മം തന്നെ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനില് അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരുന്നു. വേറെ ഒരിടത്തും നമ്മൾ പോകണ്ട. അതായത് ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞ് ബദ്രീനാഥിലോ 2500 കിലോമീറ്ററിനപ്പുറം രാജ്കോട്ടിലോ അല്ലെങ്കിൽ ദ്വാരകയിലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മലയാളം സംസാരിക്കുന്ന 2 പേരെടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഗുരുരമ്മ, രണ്ടാമത് പൂന്താനം. ഇവരെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയാണ്, ഭഗവാന്റെ ക്വാളിറ്റി ഇതാണ്, ക്യാരക്ടർ ഇതാണ്, ഭഗവാൻ എന്തിനാണ് ജന്മം എടുത്തത്, ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ അവസ്ഥ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ നമുക്ക് പല കാര്യങ്ങളിലും ഫസ്റ്റ് നമുക്ക് വിശ്വസിക്കണം. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന് വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടാവുന്നത് 4 തലത്തിലൂടെയാണ് ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. നമ്മൾക്കും അതുപോലെ തന്നെ, നമ്മൾ സാധാരണ മനുഷ്യർ തന്നെ. പക്ഷെ വിശ്വാസം ഉണ്ടാവുന്നത് 4 തലത്തിലൂടെ. ഒന്ന് വന്നിട്ട് പഠനം അല്ലെങ്കിൽ കേൾവി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് പൈതഗോറസ് തിയറി പഠിച്ചിട്ടുണ്ട്.
ന്യൂട്ടന്റെ പെൻഡുല ആ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്, ആർക്കമിഡീസ് തത്വം പഠിച്ചിട്ടുണ്ട്. കള്ളത്തരമാണെങ്കിൽ പോലും ഡാർവിന്റെ എവല്യൂഷൻ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് നമ്മൾ വാങ്ങിച്ചു. ആരോ എഴുതിയതാണ്, അവര് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. എന്നാ ഈ ശാസ്ത്രങ്ങളെല്ലാം എഴുതി വെച്ച ഭഗവത്ഗീത, ഭാഗവതം, പുരാണങ്ങള്, വേദങ്ങള്, ഇതിഹാസങ്ങള്, ഇതെല്ലാം എഴുതി വെച്ച അവര് പറഞ്ഞ പല കാര്യങ്ങളും നിരസ വഹിക്കാതിരിക്കുകയാണെന്നുള്ളത്. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ. കാര്യ അതായത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ശാസ്ത്രത്തിന്റെ ബേസിൽ എന്ത് കാര്യം ചെയ്യാം, എന്ത് കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രത്തിന്റെ ബേസിൽ ചെയ്യണം എന്ന് നമ്മളടുത്ത് ഭഗവത്ഗീത 16-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകത്തിലാണ് അതിൽ ഉദ്ഘോഷിക്കുന്നുണ്ട് എന്ത് കാര്യം ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പഠിക്കും ഭാഗവതം, ഭഗവത്ഗീത. 16 മാല നമ്മൾ സ്റ്റാൻഡ് ചെയ്യാതെ നമുക്കൊരിക്കലും നമുക്ക് ഭഗവാനിലേക്ക് ഒരു അടുത്തെത്താൻ പോലും നമുക്ക്. കാരണം ശ്രീല പ്രഭുപാദ് നമ്മളടുത്ത് അത്രയും കാരുണ്യമാണ് കാണിച്ചത്, അത്രയും കാരുണ്യം. കാരണം ശ്രീല പ്രഭുപാദ് 64 മാല ജപിച്ചിട്ട് സാധാരണ ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ടുള്ള നമ്മുടെ പോലെയുള്ള പതിതാത്മാക്കളെക്കാളും താഴെയായിട്ടുള്ള 16 മാല. അതുപോലെ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാല് എല്ലാ റിയാക്ഷൻസും മാറിയിട്ട് എന്ത് ചെയ്യും? എല്ലാ കാർമിക് റിയാക്ഷൻസും മാറിയിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളൊരു സത്വ ഗുണത്തിലോട്ട് പ്രവേശിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്ക് ഇതല്ല. പക്ഷെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കും. നമ്മള് ഭഗവത്ഗീത, ഭാഗവതത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. രണ്ടാമത് ആചാര്യന്മാരിൽ നിന്ന് കേൾക്കണം. ശ്രീല പ്രഭുപാദിൽ നിന്ന് കേൾക്കണം, മഹാരാജന്മാരിൽ നിന്ന് കേൾക്കണം, സന്യാസിമാരിൽ നിന്ന് കേൾക്കണം, സജ്ജനങ്ങളിൽ നിന്ന് കേൾക്കണം. അതായത് നമ്മൾ ടെമ്പിളിൽ വരുമ്പോൾ നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് ശിക്ഷാ ഗുരുക്കന്മാർ നമുക്കുണ്ടാവും. ഈ ശിക്ഷാ ഗുരുക്കന്മാരെ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ. എൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ 2007 വരുമ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഫസ്റ്റ് 2-3 വ്യക്തികളിൽ ഉള്ള ഒരാളാണ് ഒന്ന് കഥാമ്പ. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും. നമുക്ക് ഗ്രന്ഥരാജ് എന്താണെന്ന് പറഞ്ഞു, ഭാഗവതം എന്താണെന്ന് പറഞ്ഞു, ഭഗവത്ഗീത എന്താണെന്ന് പറഞ്ഞു. എന്നാൽ താഴ്ന്ന, അതായത് ചെറിയ പുസ്തകം തൊട്ട് വായിച്ച് പഠിച്ച് അങ്ങനെയുള്ള ഒരു ടേസ്റ്റിലല്ല നമ്മളെ കൊണ്ടുവന്നത്. അദ്ദേഹം അനുഭവിച്ച അതേ രുചി, ഭാഗവതത്തില് അദ്ദേഹം അനുഭവിച്ച അതേ രുചി നമ്മൾക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അതൊരാളുടെ കാരുണ്യം. ഒരുപാട് പ്രാവശ്യം ഞാൻ കഥാമൃതത്തിൽ അടിയൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ ഹൃദയത്തിൽ എടുക്കുന്ന രീതിയിലോട്ടൊന്നും പോകും. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ശിക്ഷാഗുരുവാണ്. ആ അദ്ദേഹത്തിന്റെ ഒരു കൃപ കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾക്ക് ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് ഭാഗവതം, ഭഗവത്ഗീത സംസാരിക്കും. രണ്ടാമത്തെ ആള് വന്നിട്ട് പൈതൽ പ്രഭു. അദ്ദേഹം ഉള്ളത് കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ ഈ ഒരു സത്സംഗം നടത്താൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ആള് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സുന്ദർ നിത്യാനന്ദ ദാസ്. അദ്ദേഹം ടെമ്പിളിൽ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കിട്ടുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇതുപോലെ ശിക്ഷാഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കണം, അവരുടെ കാര്യങ്ങൾ, അവരിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അവർക്ക് നമ്മളെ അടിക്കാനുള്ള അധികാരമുണ്ട്, വഴക്ക് പറയാനുള്ള അധികാരമുണ്ട്, ഇവൻ ചവിട്ടാനുള്ള അധികാരമുണ്ട്, എല്ലാത്തിനുള്ള അധികാരം ശിക്ഷാഗുരുക്കന്മാർക്ക്, ദീക്ഷാഗുരുക്കന്മാർക്ക്. പക്ഷെ അതിന് നമ്മൾ വേറെ ഒരു റോങ് ആയിട്ടുള്ള അവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ ഇതൊന്നും ഇല്ല. ഈ ഒരു ജനറേഷൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. മീൻസ് ഒരാളിനെ അനുസരിച്ച് പോകണം എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമ്മുടെ തന്നെ തെറ്റ് തന്നെയാണ്. ഇത് നമ്മൾ പഠനം, നമ്മൾ മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കും. രണ്ടാമത് തർക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കലി നമ്മൾ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കിടന്ന് തർക്കിക്കുകയല്ല. തർക്കം ഇപ്പൊ ABC ജ്യൂസ്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസ് എല്ലാം നല്ല രീതിയിലാവും എന്നെല്ലാം ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ തർക്കിക്കും. അതെങ്ങനെ ശരിയാവും? ക്യാരറ്റ് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാവും, ബീട്രൂട്ട് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാവും, നമുക്ക് തർക്കിക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ അങ്ങനെയുള്ള എന്തെങ്കിലും
ഭീകരമായ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ചില ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്തു ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖം ചിലപ്പോൾ ഭേദമാകും. ഞാൻ പോയി, എനിക്ക് ഭേദമായി പെട്ടെന്ന്, നിങ്ങളൊന്ന് പോയി നോക്കും. അപ്പോഴും നമുക്ക് തർക്കിക്കാം, അതെന്താ വേറെ ഹോസ്പിറ്റലൊന്നും ഡോക്ടർമാരില്ലേ, എന്നാൽ ഇദ്ദേഹത്തിനേക്കാളും ഇതാണല്ലോ നല്ല ആളെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴും നമ്മൾ പറയും, ഇല്ല ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ശരി, ആ ഒരു ടെസ്റ്റിങ്ങിൽ നമ്മൾ പോയെന്ന്. അപ്പൊ നമ്മൾ അനുശീലനം എന്ന് പറയുന്ന അവസ്ഥയിൽ വരും. ഫസ്റ്റ് വന്നിട്ട് പഠനം, വിശ്വാസം ഉണ്ടാവുന്ന 4 തലങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് പഠനം അല്ലെങ്കിൽ ശ്രവണം, രണ്ടാമത് തർക്കം, മൂന്നാമത് അനുശീലനം. ഈ അനുശീലനം കാണാൻ പോവുകയോ അല്ലെങ്കിൽ ABC ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സ്വാനുഭവം, നമുക്ക് തന്നെ സ്വയം അനുഭവം ഉണ്ടാവും. ശരിയാണ്, മറ്റേ അദ്ദേഹത്തിനെക്കാളും ഇദ്ദേഹം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സ്വാനുഭവം. പക്ഷെ ഈ സ്വാനുഭവം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടും, വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഗ്രാജുവലി അതിനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. 4ാമത്തെ തലം വിശ്വാസം. അങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യന് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു 4 കാര്യങ്ങൾ എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ജന്മകർമ്മ ചമേതിക്ക് എന്ന് നമുക്ക് പഠിക്കാൻ. ഫസ്റ്റ് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ അച്ഛനെയും അമ്മയെയും സുഹൃത്തുക്കളെയും സഹോദരനെയും സഹോദരിയെയും ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതിൻ്റെ ഒന്നും 10 മടങ്ങ് നമ്മൾ വിശ്വസിക്കണം. ബ്രഹ്മദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുഹൃത് ഏക ആത്മാ, എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവ് എന്ന് പറയുന്നത്, എല്ലാ ജീവാത്മാക്കളുടെയും സുഹൃത്ത് എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുപോലെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി വെച്ചു. ഈ 3 കാര്യങ്ങള് നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശാന്തിയായിട്ട് ഇരിക്കാൻ പറ്റും, വിശ്വാസത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഒന്ന്, ഭോക്താരം യജ്ഞ തപസ്, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ് എന്ന് പറയുന്നത് ഭഗവാൻ, വിശ്വസിച്ചേ പറ്റും. 2, സർവലോക മഹേശ്വരൻ, എല്ലാ ഭൂതജലങ്ങളുടെയും എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. 3, സുഹൃതം സർവഭൂതാനം, എല്ലാ ജീവാത്മാക്കളുടെയും സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാനാണ്. ജീവാത്മാക്കളുടെ മാത്രമല്ല, ജീവൻ എല്ലാത്തിന്റെയും സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ. ജ്ഞാത്വാമാം ശാന്തി വെച്ച്. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി വീക്ഷിക്കുന്നവന് എന്ത് കിട്ടും? ശാന്തി വെച്ചതി, വളരെ ശാന്തിയോട് കൂടിയിരിക്കാം. അപ്പൊ നമ്മള് സുദാമ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ആ ഒരു ഭക്തനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വൈഫിന്റെ വാക്ക് കേട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് അവല് കൊടുത്ത സമയത്ത് അവിലെല്ലാം വാങ്ങി കഴിച്ചതിന് ശേഷം സുദാമയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കാര്യം സുദാമയെ മറന്ന കാര്യം മറന്നു, പക്ഷെ ഭഗവാൻ മറന്നില്ല. അതാ സുഹൃതം സർവഭൂതാനം. സുദാമ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ഭഗവാൻ അറിയാം. അദ്ദേഹം എന്താവശ്യപ്പെടും, എന്താവശ്യപ്പെടില്ല എന്നുള്ള കാര്യം ഭഗവാൻ. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്നും എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമെല്ലാം ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അതാണ് ജന്മകർമ്മ. അത് കഴിഞ്ഞതിന് ശേഷം സുദാമ പോകുന്ന സമയത്ത് സുദാമയെ തിരിച്ചു വിളിച്ചിട്ട് ഭഗവാൻ പറയും, വരുന്ന സമയത്ത് കാൽപാദങ്ങളെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി പുതിയ പട്ട് വസ്ത്രങ്ങൾ കൊടുത്തു, ആഭരണങ്ങൾ ഇതെല്ലാം കൊടുത്തു സുദാമയെ നല്ലൊരു ബെഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഭഗവാൻ. സുദാമ പറയും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഓക്കെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഗേറ്റിന് വെളിയിലെത്തിയ സമയത്ത് സുദാമയെ ഭഗവാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സുദാമ, ആ നീ ഇട്ടിരിക്കുന്ന പട്ട് വസ്ത്രങ്ങളെല്ലാം ഊരി തിരിച്ചു ഇവിടെ കൊണ്ടുവച്ചിട്ട് പോകണമെന്ന്. സുദാമയുടെ ഹാർട്ട് വന്നിട്ട് പോലും ഭയങ്കരമായിട്ടൊന്ന് ഇടിച്ചു. അത് ഇടിച്ചെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു പട്ട് വസ്ത്രത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ അടുത്ത് ഇങ്ങനെയാണോ കാണിച്ചെന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം ആ ഒരു അൺഫ്ലിഞ്ചിങ് ആ ഒരു ഫെയ്ത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചെന്നാണ് പറയുന്നത്. സുദാമ വളരെ വിഷമത്തോടു കൂടി ആ ഒരു പട്ട് വസ്ത്രം ഊരി വെച്ചിട്ട് പഴയ ഡ്രസ്സിനായിട്ട് നേരെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ ഒരു സ്ഥലം എത്തിയപ്പോൾ സുദാമയ്ക്ക് അറിയാനേ പറ്റണില്ല ഇതെന്റെ വീടാണോ എന്നുള്ള കാര്യം അറിയാനേ പറ്റില്ല.
നോക്കിയപ്പോ മേളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വൈഫ് വിളിക്കുകയാണ്. വളരെ വസ്ത്രാലങ്കിത, എന്താണ്, നല്ല പട്ട് വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ. ആ മാതാജി വിളിക്കുകയാണ്, ചേട്ടാ ഇതാണ് നമ്മുടെ വീട്. ഇതായിരുന്നു. സുദാമയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം ആ പട്ട് വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ വൈഫ് എന്നെ തിരിച്ചറിയില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പഴയ വസ്ത്രത്തിലൂടെ പോയാൽ മാത്രമേ അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ തിരിച്ചറിയാൻ പറ്റൂ എന്നുള്ള കാര്യം സുദാമയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇതാ ദിവ്യജ്ഞാന ഹൃദയപ്രകാശം. ഏത് സാഹചര്യത്തിൽ എങ്ങനെ വേണമെങ്കിലും കൃഷ്ണൻ നമ്മളെടുത്ത് ഇത് ചെയ്യാം, എന്താണ്, ആക്ട് ചെയ്യും. ആ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി എല്ലാ ദിവസവും നമുക്ക് തരണേ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. അതാ ഭഗവത്ഗീതയിൽ പറയുന്നത്, ദേശാം സതതയുക്താനാം, സതതയുക്താനാം, എല്ലായ്പ്പോഴും സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, വളരെ പ്രീതിപൂർവകമായിട്ട് എന്നെ പ്രാർത്ഥിക്കും. എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ കിട്ടും. ദദാമി ബുദ്ധിയോഗം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ എന്ത് തരും? ബുദ്ധിവിശേഷം തരും. ഏനമാം ഉപയാന്തി, എൻ്റെ അടുത്ത് വരാനുള്ള ബുദ്ധിവിശേഷം ഞാൻ. ഇന്നത്തെ ശ്ലോകത്തിൽ ഇത്രയേ ഉള്ളൂ. ഏവം ജന്മാനി കർമാണി. ഭഗവാന്റെ the learned man described the birth and activities of the unborn and inactive, which is undiscoverable. Even in the Vedic literatures, he is in the Lord of the heart. ജന്മ കർമ്മ ഇതെല്ലാം ട്രാൻസ്ലന്റ്. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ ക്വസ്റ്റ്യൻസോ? ഹരേ കൃഷ്ണ. ഹരേ Hare കൃഷ്ണ. Krishna Prabhu. Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ? ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി, വളരെ നന്ദി, നല്ല ക്ലാസ്. താങ്ക് യു പ്രഭുജി. ഓക്കെ മാജി, വൈൻഡ് അപ്പ് ചെയ്യൂ. Okay, Prabhu. Leave it, Prabhu. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. Pranams. Vanjakalpadurubhisha Kripa Sindhu Bhyaja Padana Bhavani Hare Krishna.